കൊല്ലം ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി R. അരുൺരാജിന്റെ സ്വീകരണ പരിപാടി നടന്നു. കാഞ്ഞിരവിള ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണം കൂഴംകുളത്ത് സമാപിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പര്യടനമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിലെ R. അരുൺരാജ്, ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി റിയാസ് ഖാൻ, വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. NK പ്രേമചന്ദ്രൻ MP സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ 2019 സമീപകാലത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ UDF ഒരു മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതെങ്കിൽ 2025-ൽ 2010 ആവർത്തിക്കുന്ന നിലയിലുള്ള വൻപിച്ച മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ഇന്ന് കേരളത്തിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചവറ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഈ തേവലക്കര ഗ്രാമപഞ്ചായത്തിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായും കഴിയണം. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2025-ലെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം 2026-ൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ മാന്യമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോണിൽ രാജേഷ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരവിള ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി രാത്രി വൈകി കൂഴംകുളത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.